ഹലോ അസ്സലാമു അലൈക്കും. കുറേ ആയി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ മോളുടെ ബർത്ത്ഡേയും പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതെല്ലാം കൂടെ ചേർത്തൊരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഒരു 5 കിലോ കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലൊരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാറിയ പാലിൽ ഒരു 3-4 പീസും ഡയറി മിൽക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് എന്നിട്ട് സിറപ്പാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സ്പോഞ്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല ഹൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് അങ്ങനെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നതിന്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതല്ല നമ്മൾ ഒരുമിച്ച് 4 എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാനുള്ള ആ ഒരു തിക്നെസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷും ചെറിയ കട്ട് ചെയ്തും കൂടെ ഇട്ട് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് നമ്മൾ കേക്കിനെ കവർ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തോന്നലുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ഫിനിഷ് ചെയ്ത കേക്കിനെ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ കുറേ മുമ്പ് ഇതുപോലൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കെ. ഇതിൽ നമ്മളെ ഡെക്കറേഷൻ ടൂൾസ് ഒരു സ്പൂണാണ്, അതിൻ്റെ അറ്റം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലീഫ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒരു 2-3 ബട്ടർഫ്ലൈയും കൂടെ വെച്ച് പിന്നെ ടോപ്പറും കൂടെ വെച്ചപ്പോൾ നമ്മളെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻ ടൈം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്താണ് വെക്കുന്നത്. എന്നിട്ട് ഈ കേക്കായിട്ട് നമ്മളവിടെ അടുത്ത് തന്നെയുള്ള ഒരു കഫേയിൽ നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് മോളെ ബർത്ത്ഡേയുടെ അന്ന് രാത്രിയിലാണ് നമ്മൾ പോയത്. കാരണം ഇതിന് പിറ്റേ ദിവസമാണ് നമ്മൾ വീട്ടിൽ പരിപാടി വെച്ചിട്ടുള്ളത്. അത്ര വലിയ പരിപാടിയൊന്നുമല്ല കേട്ടോ, കുറച്ച് കുട്ടികളെ മാത്രം വിളിച്ചിട്ട്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പുറത്ത് പോവുകയും ചെയ്യുക. അവിടെ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി പോയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വേഗം തിരിച്ചു പോകുന്നു. കാരണം പിറ്റേ ദിവസത്തിന് നമുക്ക് കട്ട് ചെയ്യാനുള്ള കേക്കിൻ്റെ കുറച്ച് പണികളൊക്കെ ബാക്കിയുള്ള കാരണം. ഇത് നമ്മൾ ടെൻഡർ കോക്കനറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാനില സ്പോഞ്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ടെൻഡർ കോക്കനറ്റ് കേക്കിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ, നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഈ പൾപ്പും മിൽക്ക് മെയ്ഡും കൂടെ ബ്ലെൻഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല നേരിയ പൾപ്പായ കാരണം തന്നെ അത് മിക്സ് ചെയ്തപ്പോൾ അതിൽ വെള്ളം വന്നതാണ്. അത് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ മിക്സാക്കി എന്നിട്ട് അതാണ് ക്രീം. പിന്നെ ലെയറിൽ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ടെൻഡറിൻ്റെ. അതിനുശേഷം നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്ക് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്രീമിൽ കുറച്ച് യെല്ലോ കളർ ആക്കി കൊടുത്തതാണ്. ഈ സമയത്ത് തന്നെ നമ്മളൊരു 3 കിലോൻ്റെ സ്ക്വയർ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കറക്കണോ തിരിക്കണമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ആ ഒരു രസം വിചാരിച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് ഞാനും കേക്ക് ഉണ്ടാക്കിയത്. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ടേൺ ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കറക്കാനുള്ള രസം. അന്നൊക്കെ ഞാനിത് കറക്കണ ടൈമിൽ ടേൺ ടേബിൾ കറക്കം വേറെ ഭാഗത്തേക്കും ക്രീം വേറെ ഭാഗത്തേക്കും ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ സെറ്റായി വരുന്നത്. അങ്ങനെ ഈ കേക്കിന് താഴെ ഇങ്ങനെ ഒരു പിങ്ക് ബോർഡർ പോലെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൾസ് കൂടെ, കാരണം എളുപ്പമുള്ള പണിയാണ് ഈ ബോൾസ് വെക്കൽ. കാണാൻ നല്ല ലുക്കും ഉണ്ടാവും. അപ്പോൾ ഇത് സെറ്റാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്ക്വയർ കേക്കിലേക്ക് പോവാം. ഇനി ഒരു സ്ക്വയർ ടീനിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം ബേക്ക് ചെയ്തതിന് നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം ബേക്ക് ചെയ്തതിന് 2 ലെയറായിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ മൊത്തം നമുക്ക് 4 ലെയർ ഉണ്ട്. നമ്മളിത് സെറ്റാക്കി എടുക്കുന്നതാണെങ്കിൽ 3 കിലോയുടെ ഇതിനേക്കാളും വലിയ ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് അല്ല വേണ്ടത്, നല്ല വലുപ്പത്തിൽ കിട്ടണം. കാരണം കുറേ പീസ് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നതും 2 ലെയർ തന്നെയാണ്. കാരണം നമ്മൾ 3 ലെയർ സ്പോഞ്ച് വെക്കണില്ല ഇതിൽ. പിന്നെ ഇളനീർ വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇളനീർ പൾപ്പ് മിക്സ് ചെയ്ത ക്രീമാണ് ലെയറിൽ ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെയറിൽ നേരത്തെ പോലെ തന്നെ പീസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്തുള്ള ഷെൽഫില്ലേ, അതുമ്മ തട്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ക്രീം പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ തലങ്ങനി വിലങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ 8 ലൈൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 64 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ എളുപ്പം, കുറച്ച് കാണാൻ വൃത്തിയൊക്കെ ഇങ്ങനെ കേക്ക് ചെയ്യുന്നതാവും. ഇനി നമുക്ക് ബർത്ത്ഡേ ഗേളിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ ബർത്ത്ഡേകളുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് കട്ടിങ് അവിടെ നിർത്തിച്ച് ഫുഡ് പരിപാടി തുടങ്ങി. അങ്ങനെ വൈകിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടും ഭർത്താവും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ ആയിട്ട് നമ്മൾ ബീച്ചിൽ പോയി ഇതുപോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അവിടെ പോയിട്ടും കുറേ നേരത്തിന് രക്ഷ ഉണ്ടായില്ല. ഇതന്നെ ആളെ കരച്ചിൽ. പക്ഷേ ഇതെല്ലാം കൂടെ താങ്ങി കൊണ്ടുപോയിട്ട് പിന്നെ അവളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കാതെ നമ്മൾ തിരിച്ചു പോരുമോ? ഇല്ല, കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. കേക്ക് കട്ട് ചെയ്ത് കഴിച്ചൊന്നുമില്ല. ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ നിന്നിട്ട് കുറേ ഇങ്ങനെ വെട്ടി കൂട്ടിയിട്ട്, എന്നാലും വേണ്ടിയില്ല, ആ ചടങ്ങ് കഴിഞ്ഞല്ലോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഇവിടെ സമാപിച്ച്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ബർത്ത്ഡേ പ്രീ ഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. വലിയ ചിലവില്ലാതെ വള്ളിയും പുള്ളിയും കൂടെ കൂട്ടിയിട്ട് എൻ്റെ മക്കളും സിസ്റ്ററും കൂടെ സെറ്റ് ചെയ്തതാണ്. അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ കേക്കും ഡ്രസ്സൊക്കെ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ കളർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.